പത്തനംതിട്ടയിലും നല്ല മഴയാണ്. അപ്പോൾ പ്രവീൺ, ഗുഡ് മോർണിംഗ് പ്രവീൺ. പത്തനംതിട്ടയിൽ എന്താ അവസ്ഥ? ഇന്ന് രാത്രിയൊക്കെ കനത്ത മഴയായിരുന്നു, രാവിലെയും മഴ തുടരുകയാണോ പ്രവീൺ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. രാത്രിയിലും പുലർച്ചെയും പത്തനംതിട്ട ജില്ലയിൽ മലയോര മേഖലകളിൽ ഉൾപ്പെടെ ശക്തമായിട്ടുള്ള മഴയാണ്. നദികളിലും അല്പം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അച്ചൻകോവിലാർ, പമ്പാ നദി, കക്കാട്ടാർ തുടങ്ങിയ നദികളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് അച്ചൻകോവിലാറാണ്. നല്ല ഒഴുക്ക് നമുക്ക് കാണാൻ കഴിയും. മൂഴിയാർ റിസർവോയറിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ നല്ല മഴ ഇന്നലെ രാത്രി പെയ്തിരുന്നു. അതിൻ്റെ ഫുൾ റിസർവോയർ ലെവൽ എന്നുള്ളത് 192.63 മീറ്ററാണ്. ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് വാട്ടർ ലെവൽ 190.80 മീറ്ററാണ്. അതുകൊണ്ട് തന്നെ 3 ഷട്ടറുകളിൽ രണ്ടാമത്തെ ഷട്ടർ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 20 സെൻറ്റിമീറ്ററാണ് മൂഴിയാർ ഡാമിൻ്റെ ഷട്ടർ ഉയർത്തി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കക്കാട്ടാറിൻ്റെ പരിസര തീരദേശത്തും ഒപ്പം തന്നെ മറ്റ് ജനങ്ങൾക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ കക്കാട്ടാർ ഒഴുകി വരുന്ന ഭാഗങ്ങളിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത ഉള്ളതിനാൽ ജനങ്ങൾ മുൻകരുതലൊക്കെ എടുക്കണമെന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന്, ഇന്നിപ്പോൾ രാവിലെ ശക്തമായിട്ടുള്ള കാറ്റ് മലയോര മേഖലകളിൽ വീശുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴ അതിനോടൊപ്പം ശക്തമായിട്ടുള്ള കാറ്റ് വീശിയാണ് പത്തനംതിട്ട ജില്ലയിലെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായത്. വീടുകളുടെ മേൽക്കൂരയൊക്കെ പറന്നു പോവുകയും ഒപ്പം തന്നെ വീടിൻ്റെ മുകളിലേക്ക് മരങ്ങൾ വീഴുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടായി. ഇന്നലെ ഉളനാട്ടിലാണെങ്കിൽ ഒരു വീടിൻ്റെ കിടപ്പുമുറിയുടെ സമീപത്തേക്ക് വരെ പാറ ഇടിഞ്ഞ് വീണ ഒരു അവസ്ഥയുണ്ടായി. ഏതായാലും വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഏതായാലും പത്തനംതിട്ട ജില്ലയിൽ ശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ വലിയ പ്രളയ സമാനമായ സാഹചര്യം അല്ലെങ്കിൽ നല്ല പച്ചപ്പിന്റെ നടുവിലൂടെയാണ് ഈ അച്ചൻകോവിലാർ ഒഴുകുന്നത്. അച്ചൻകോവിലാർ അധികം പ്രേക്ഷകരൊന്നും നേരിട്ട് പോയി കണ്ടു കാണാൻ സാധ്യതയില്ല, അല്ലേ പ്രവീൺ? ഈ സമയത്ത് കാണാൻ ഒരു കുളിരുള്ള പ്രഭാതത്തിലൊരു ഭംഗിയുണ്ട്. വലിയ ആശങ്കയായിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ കാര്യങ്ങൾ? ഇല്ല അരുൺ, അതായത് ഒരു ഇടവേളയ്ക്ക് മുമ്പ്, അതായത് ജൂൺ 1 മുമ്പ് കുറച്ച് ദിവസങ്ങൾ ശക്തമായിട്ടുള്ള കാലവർഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള മഴ പെയ്തപ്പോൾ അപ്പർ കുട്ടനാട് മേഖലയിൽ ജലനിരപ്പ് ഉയർന്നിരുന്നു. അത് പ്രധാനമായും പമ്പാ നദിയിൽ നിന്നും മണിമലയാറ്റിൽ നിന്നുമുള്ള ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് ഈ അപ്പർ കുട്ടനാട് മേഖലകളിലേക്ക് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയത്. ഇപ്പോൾ ഈ അച്ചൻകോവിലാറിൻ്റെ ആളുകൾക്കൊരു ഭയം എന്നുള്ളത്, തുടർച്ചയായി 3 ദിവസം മഴ പെയ്തു കഴിഞ്ഞാൽ അച്ചൻകോവിലാറിൽ ജലനിരപ്പ് ഉയരും. പലപ്പോഴും ഡേഞ്ചർ ലെവലിൻ്റെ മുകളിലേക്ക് പോകുന്ന അറിയിപ്പൊക്കെ പലപ്പോഴും ഈ മണിമല ആറിനെ സംബന്ധിച്ചും അച്ചൻകോവിലാറിനെ സംബന്ധിച്ചും വരാറുണ്ട്. അതുകൊണ്ട് തന്നെ തീരപ്രദേശത്ത് താമസിക്കുന്നവർക്ക് അല്പം ഭയമുണ്ട്. കാരണം ഇനിയും മണിക്കൂർ